ഇറാൻ മിസൈലുകൾ പതിച്ചത് കുവൈറ്റ് എയർബേസ് മുതൽ നാവികസേന ആസ്ഥാനം വരെ. അമേരിക്കയുടെ നിശബ്ദമായ നെറികേടിന് അതിഭീകരമായ തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇറാൻ. ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് അമേരിക്കയ്ക്കെതിരെ ഇറാൻ നടത്തുന്നത്. ശത്രുവിന്റെ പ്രകോപനങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ അതിമാരകമായ തിരിച്ചടികൾ. അമേരിക്ക ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ 8 വൻകിട സൈനിക താവളങ്ങളാണ് ഇസ്ലാമിക് റെവല്യൂഷൻ ഗാർഡ്സ് കോർപ്സ് ഒരൊറ്റ രാത്രി കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയത്. അമേരിക്കൻ സൈന്യത്തിന്റെ അഹങ്കാരത്തിന് മേൽ ഒന്നിനു പിറകെ ഒന്നായി പതിച്ച പ്രഹരങ്ങൾ വെറുമൊരു തിരിച്ചടിയായിരുന്നില്ല. അത് ശത്രുവിന്റെ കോട്ടകളെ പിഴുതെറിയുന്ന ഒരു സിനിമാറ്റിക് ആക്ഷൻ ത്രില്ലറിനെ അനുസ്മരിപ്പിക്കുന്ന വേട്ടയായിരുന്നു. തങ്ങളെ തൊട്ടാൽ കനലല്ല, സാമ്രാജ്യത്വ ശക്തികളെ ചാരമാക്കാൻ പോകുന്ന ആളിക്കത്തുന്ന അഗ്നിയാണെന്ന് ഇറാൻ ഈ വിനാശകരമായ ഒറ്റ പ്രഹരത്തിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെയും ആഗോള ഊർജ്ജ വിപണിയെയും ഒരേപോലെ നടുക്കിക്കൊണ്ട് ഇറാൻ നടത്തിയ ഈ വൻ തിരിച്ചടി ഇനി തങ്ങൾ ആരുടെയും മുന്നിൽ തല കുനിക്കില്ലെന്ന ഉറച്ച പ്രഖ്യാപനം കൂടിയാണ്. വർഷങ്ങളായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശക്തി പ്രകടനങ്ങളുടെ പ്രധാന യുദ്ധവേദിയായി മാറിയ 39 കിലോമീറ്റർ വീതിയുള്ള ഹോർമുസിൽ സമീപകാല വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം സമാധാനം മടങ്ങിയെത്തുമെന്നായിരുന്നു ലോകത്തിന്റെ പ്രതീക്ഷ. എന്നാൽ ഇപ്പോൾ അവിടെ വീണ്ടും മുഴങ്ങുന്നത് യുദ്ധത്തിന്റെ കാഹളമാണ്. ഈ പശ്ചാത്തലത്തിലാണ് ജൂൺ 28 പുലർച്ചെ ഇറാൻ നടത്തിയതായി പറയപ്പെടുന്ന ആക്രമണം പുതിയ ചർച്ചകൾക്ക് വഴിതെളിച്ചത്. കുവൈറ്റിലെ അലി അൽ സലേം എയർബേസ്, ബഹ്റൈനിലെ അമേരിക്കൻ 5ാം നാവികസേനയുടെ ആസ്ഥാനം ഉൾപ്പെടെയുള്ള 8 അമേരിക്കൻ സൈനിക സ്ഥാപനങ്ങളാണ് ലക്ഷ്യമിട്ടതെന്നാണ് IRGCയുടെ അവകാശവാദം. ബാലിസ്റ്റിക് മിസൈലുകളും ദീർഘദൂര ആക്രമണ ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നും ചില കേന്ദ്രങ്ങൾക്ക് ഗുരുതരമായ നാശനഷ്ടം ഉണ്ടായതായും ഇറാൻ അവകാശപ്പെടുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങളെ അമേരിക്ക ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇത്രയും വ്യാപകമായ ആക്രമണം നടന്നുവെന്ന അവകാശവാദം തന്നെ മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെ കുറിച്ചുള്ള ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലവും അതീവ സങ്കീർണമാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച ഒരു വാണിജ്യ എണ്ണ ടാങ്കറുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ ഇറാന്റെ തീരപ്രദേശങ്ങളിലെ ചില സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾക്കെതിരെ അമേരിക്ക ആക്രമണം നടത്തിയതായി ഇറാൻ ആരോപിക്കുന്നു. മറുവശത്ത് സമുദ്ര ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായാണ് നടപടികൾ സ്വീകരിച്ചതെന്നാണ് അമേരിക്കൻ നിലപാട്. ഇരു രാജ്യങ്ങളും പരസ്പരം ധാരണാപത്ര ലംഘന ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ നിലവിലെ വെടിനിർത്തൽ ക്രമീകരണങ്ങൾ എത്രത്തോളം നിലനിൽക്കുമെന്നത് ഇപ്പോൾ വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച തർക്കങ്ങളും സംഘർഷത്തിന് ഇന്ധനം പകരുന്നുണ്ട്. സമുദ്ര ഗതാഗത സുരക്ഷയുടെ പ്രധാന ഉത്തരവാദിത്തം തങ്ങൾക്ക് തന്നെയാണെന്നാണ് ഇറാന്റെ വാദം. അതേസമയം അന്താരാഷ്ട്ര ജലപാതകളുടെ സ്വതന്ത്ര ഉപയോഗം ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് അമേരിക്കയും സഖ്യകക്ഷികളും ചൂണ്ടിക്കാട്ടുന്നു. ഈ തർക്കമാണ് പലപ്പോഴും കടലിലെ ചെറിയ ഏറ്റുമുട്ടലുകളെ വലിയ സൈനിക പ്രതിസന്ധികളാക്കി മാറ്റുന്നത്. ഇതിനിടെ ഇറാന്റെ തെക്കൻ പ്രവിശ്യകളിൽ സ്ഫോടന ശബ്ദങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുമുണ്ട്. ഹോർമോസ്ഗാൻ പ്രവിശ്യയിലെ ചില പ്രദേശങ്ങളിൽ പ്രൊജക്ടൈലുകൾ പതിച്ചതായും ചില ആശയവിനിമയ സംവിധാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ സംഭവത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള സ്വതന്ത്ര സ്ഥിരീകരണങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. പശ്ചിമേഷ്യയിലെ പുതിയ സംഘർഷാവസ്ഥയുടെ ഏറ്റവും വലിയ പ്രത്യാഘാതം അനുഭവിക്കുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയായിരിക്കും. ഹോർമുസ് കടലിടുക്ക് ദീർഘകാലം അസ്ഥിരമായാൽ എണ്ണവിലയിൽ വൻ വർധനവുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. എണ്ണ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്കും ഇതിന്റെ പ്രത്യാഘാതം നേരിട്ട് അനുഭവപ്പെടും. ഇന്ധനവില വർധന, ചരക്ക് ഗതാഗത ചെലവിലെ വർധന, പണപ്പെരുപ്പം എന്നിവയിലേക്ക് സാഹചര്യം നീങ്ങാനും സാധ്യതയുണ്ട്. ലോക ഭൂപടത്തിൽ സ്വന്തം വാക്കിനും നിലപാടിലും ഉറച്ചു നിൽക്കുന്ന, പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന ചില രാജ്യങ്ങളുണ്ട്. അതിൽ മുൻപന്തിയിലാണ് ഇറാന്റെ സ്ഥാനം. ഒപ്പുവെച്ച കരാറുകൾ കടലാസ് കഷ്ണങ്ങൾ പോലെ കാറ്റിൽ പറത്തി സമാധാനത്തിന്റെ മുഖം മൂടിയണിഞ്ഞ് ഇനിയും പ്രകോപനവുമായി വന്നാൽ അമേരിക്കയ്ക്ക് ഇതിലും വലിയ അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നട്ടെല്ലുള്ള നിലപാടുകളുമായി ഇറാൻ ഉറച്ചു നിൽക്കുമ്പോൾ തരാതരത്തിന് വാക്കുമാറുന്ന ചരിത്രം മാത്രമുള്ള സാമ്രാജ്യത്വ ശക്തികൾക്ക് ഇനിയുള്ള നാളുകൾ അത്ര എളുപ്പമാകില്ല എന്ന് ഈ ഒരൊറ്റ തിരിച്ചടി തെളിയിക്കുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ചരിത്രത്തിൽ ഒന്നിനെയും തളച്ചിടാൻ ആർക്കും കഴിഞ്ഞില്ല. അധികാരത്തിന്റെ ഹുങ്കിൽ ദുർബലരെ വേട്ടയാടുന്നവർക്ക് കാലം കരുതി വെക്കുന്ന ചില അപ്രതീക്ഷിത തിരിച്ചടികളുണ്ട്. അതിനെ നമുക്ക് കാലത്തിന്റെ കാവ്യനീതി എന്ന് വിളിക്കാം. വാഗ്ദാന ലംഘനങ്ങളുടെ ചതിയുടെയും അധ്യായങ്ങൾക്ക് മുകളിൽ നെഞ്ചൂക്കുള്ളവന്റെ ഇരട്ട പ്രഹരമേറ്റ് സാമ്രാജ്യത്വത്തിന്റെ കോട്ടകൾ തകർന്ന ആ കാഴ്ചയ്ക്കായി വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കാം. വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ഇറാന്റെ വീര്യത്തിന് മുന്നിൽ ഇനി ആര് വാഴും ആര് വീഴും എന്ന ചോദ്യവും പ്രസക്തമാകുന്നുണ്ട്. എന്നാൽ ഈ സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ ആഗോള രാഷ്ട്രങ്ങൾ ഈ ആക്രമണങ്ങളെ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.